ഹായ് എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുമല്ലേ? ഞങ്ങളുടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ രാവിലെ ആമി സ്കൂളിലൊക്കെ പോയതിന് ശേഷം ഞാനൊന്ന് ഹെയറിൽ ഓയിലൊക്കെ ഒന്ന് മസാജ് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഇതുപോലെ വൈറ്റമിൻ ഡി ചെക്ക് ചെയ്ത കാര്യമൊക്കെ. അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സാണ് കേട്ടോ പറഞ്ഞത് എന്നോട്, ഇങ്ങനെ ഞാൻ ഹെയർ ഫാൾ ഉണ്ടായി എന്നുള്ളൊരു കാര്യം പറഞ്ഞപ്പോൾ. അപ്പോൾ എനിക്കങ്ങനെ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനൊരു സംഭവം വന്നത്. സാധാരണ ഒരു 30 വയസ്സിന് മേലേക്ക് ആകുമ്പോഴത്തേക്കാണ് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉണ്ടാകുമെന്നാണ് ഡോക്ടർ എന്നോട് ഇങ്ങനെ പറഞ്ഞായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് പറഞ്ഞതിനനുസരിച്ച് ഞാൻ പോയിട്ട് ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോഴത്തേക്കാണ് കണ്ടുപിടിച്ചത്. ഡെഫിഷ്യൻസി അല്ല, ഇൻസഫിഷ്യൻസി ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ഹെയർ ഫാൾ ഉണ്ടെങ്കിൽ, എനിക്കിങ്ങനെ പെട്ടെന്നൊരു ദിവസം ഇതുപോലെ ഒരുപാട് ഹെയർ ഫാൾ തോന്നിയായിരുന്നു കേട്ടോ. സാധാരണ എനിക്ക് മുടി കൊഴിച്ചിലുണ്ടെങ്കിലും ഇങ്ങനെ ഇത്രയധികം പോയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെയാണ് എനിക്കൊരു ഡൗട്ട് വന്നത്. അപ്പോഴാണ് ഞാനിങ്ങനെ വീഡിയോയിൽ പറഞ്ഞതും നമ്മളിങ്ങനെ സബ്സ്ക്രൈബേഴ്സ് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നതും. അപ്പോൾ അങ്ങനെയാണ് ഞാൻ പോയിട്ട് ടെസ്റ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ വൈറ്റമിൻ ഡി ചെക്ക് ചെയ്യുമ്പോഴത്തേക്കും സാധാരണ ടെസ്റ്റുകളെക്കാളും കുറച്ച് റേറ്റ് കൂടുതലാണ്. ഇവിടെ നമുക്ക് 2000 രൂപയാണ് കേട്ടോ ആയത്. എനിക്ക് തോന്നുന്നത് നാട്ടിലും അത്രയൊക്കെ തന്നെ ആയിരിക്കും. നിങ്ങൾ ക്യാഷ് ഒന്നും നോക്കണ്ട. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് അങ്ങനെ ഹെയർ ഫാൾ ഒരുപാടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കൂ. അത് കഴിഞ്ഞിട്ട് ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തതിന് ശേഷം അവർ പറയുന്നതിനനുസരിച്ചിട്ടുള്ള ടാബ്ലറ്റ് എടുത്താൽ മതി. അല്ലാതെ നിങ്ങളുടെ ഇഷ്ടത്തിനൊന്നും പോയിട്ട് ഒരു ടാബ്ലറ്റും എടുക്കാനായിട്ട് പാടില്ല കേട്ടോ. മെഡിസിൻസ് ഒക്കെ എപ്പോഴും ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ ഉണ്ടെങ്കിൽ മാത്രം എടുത്താൽ മതി കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഡാൻഡ്രഫ് ഉണ്ടെങ്കിലും നന്നായിട്ട് മുടി കൊഴിച്ചിലുണ്ടാവുമെന്നാണ് ഡോക്ടർ പറഞ്ഞത്. പിന്നെ അതുപോലെ എന്തെങ്കിലും സ്ട്രെസ്സോ ഉറക്കമില്ലായ്മയോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലൊക്കെ വരും അത്രേ. വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി മാത്രമല്ല എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറയാനായിട്ട് വിട്ടുപോയൊരു കാര്യമാണ്, അതായത് നമ്മളിങ്ങനെ മുടി കൊഴിച്ചിലുണ്ടാകുന്ന സമയത്ത് നമ്മൾ പുറമേ ഉള്ള ഹെയറിന് വേണ്ടുന്ന കാര്യങ്ങൾ മാത്രം ചെയ്യാതെ നമ്മുടെ ഫുഡിലൊക്കെ കുറച്ച് മാറ്റങ്ങൾ വരുത്താം കേട്ടോ. അതായത് ഹെയർ ഗ്രോത്തിന് ഹെൽപ്പ് ചെയ്യുന്ന വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെ നമുക്ക് ഒരുപാട് കഴിക്കാം. ഞാനിപ്പോൾ കൂടുതലായിട്ടും നെല്ലിക്കയാണ് കഴിക്കുന്നത്. പച്ച നെല്ലിക്കയില്ല, അതാണ് കഴിക്കുന്നത്. അത് ജ്യൂസ് അടിച്ചും അല്ലാതെയും കഴിക്കാറുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ എത്രയൊക്കെ പുറമേ ഉള്ള കാര്യങ്ങൾ ഹെയറിൽ ചെയ്തെന്ന് പറഞ്ഞാലും ഇൻടേക്ക് നമ്മൾ എടുക്കുന്ന ഫുഡിനനുസരിച്ചാണ് നമ്മുടെ ഹെയർ ഗ്രോത്ത് ഉണ്ടാവുള്ളൂ. പിന്നെ ഓഫ് കോഴ്സ് എന്തായാലും നമ്മുടെ പാരമ്പര്യം ഉണ്ടല്ലോ, ഹെറിഡിറ്ററി അനുസരിച്ചും നമ്മുടെ ഹെയർ ഗ്രോത്തിനൊരു ഇത് വരും. നമ്മുടെ ഫാമിലിയിൽ എല്ലാവർക്കും നന്നായിട്ട് മുടി വളരുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തൊക്കെ ചെയ്താലും ചെയ്തില്ലെങ്കിലും മുടി നന്നായിട്ട് വളരും കേട്ടോ. പിന്നെ ഞാനിപ്പോൾ വിചാരിക്കുന്നത് എൻ്റെ മുടി, അതായത് ഒരുപാട് മുടി വളർത്തണമെന്നല്ല, ഉള്ള മുടി ഹെൽത്തി ആയിട്ട് വെക്കണം എന്നാണ് കേട്ടോ ഞാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഡോക്ടറിനെ കണ്ടതും. ഇപ്പോൾ ഇതിനിടയിൽ തന്നെ ഞാൻ രാവിലെ ഹെയറിൽ ഓയിലൊക്കെ മസാജ് ചെയ്തു. പിന്നെ കുളിയൊക്കെ കഴിഞ്ഞു. ബാത്റൂമൊക്കെ ഇന്നൊന്ന് കഴുകിയിട്ടിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഹെയർ നന്നായിട്ട് വാഷ് ചെയ്തത് താളി ഉണ്ടല്ലോ, ധാത്രിയുടെ താളിയാണ് ഞാൻ മേടിച്ചത്. നമുക്കിവിടെ ചെമ്പരത്തി താളി ഉണ്ടാക്കാനുള്ള എൻ്റെ അടുത്ത് ഇലയൊന്നും ഇല്ല കേട്ടോ. ഞാൻ ഇടയ്ക്കൊക്കെ ഇത് ഉണ്ടാക്കുമായിരുന്നു. നമുക്ക് ടെറസിൻ്റെ മേലെ ചെമ്പരത്തി ചെടി ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ എൻ്റെ അടുത്ത് അതില്ല കേട്ടോ. അപ്പോൾ ആ താളിയൊക്കെ യൂസ് ചെയ്തിട്ടാണ് കഴുകുന്നത്. ഞാൻ ചിലപ്പോൾ ഷാമ്പു യൂസ് ചെയ്യും. അപ്പോൾ മുടിയിൽ ഒരുപാട് എണ്ണ അങ്ങനെ അപ്ലൈ ചെയ്യാറുമില്ല കേട്ടോ. നന്നായിട്ട് മസാജ് ചെയ്ത് നമ്മുടെ സ്കാൽപ്പിൽ നന്നായിട്ട് മസാജ് ചെയ്ത് എണ്ണ പിടിപ്പിച്ചാൽ മതി. അപ്പോൾ നമ്മുടെ ഈ ഒരു ഹെയർ ഗ്രോത്ത്, ബേബി ഹെയറൊക്കെ ഗ്രോ ചെയ്യാനായിട്ട് ഏറ്റവും ഹെൽപ്പ് ചെയ്യുന്നത് നന്നായിട്ട് മസാജ് ചെയ്യുമ്പോഴാണ്. പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഹോട്ട് ഓയിൽ മസാജും ചെയ്യാം കേട്ടോ. ഡബിൾ ബോയിൽഡ് മെത്തേഡിൽ എണ്ണയൊന്ന് ചൂടാക്കിയതിന് ശേഷം നന്നായിട്ടൊന്ന് മസാജ് ചെയ്തിട്ട് ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞതിന് ശേഷം ഹെയർ വാഷ് ചെയ്യണം. അപ്പോൾ ഞാൻ ഇതുപോലെ ഞാൻ പറഞ്ഞില്ലേ, താളിയൊക്കെ യൂസ് ചെയ്തിട്ടാണ് കഴുകുന്നത്. അപ്പോൾ അങ്ങനെ ഇതൊക്കെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം. അപ്പം എന്തായാലും എനിക്ക് ടാബ്ലറ്റ് കഴിക്കാൻ തുടങ്ങിയതിന് ശേഷം ചെറിയൊരു മാറ്റം തോന്നിയിട്ടുണ്ട്. എനിക്ക് ഭയങ്കരമായിട്ടൊരു മാറ്റം ഇല്ല കേട്ടോ. കാരണം ഇപ്പം നമ്മൾ 2 ആഴ്ചയിലേ ആയിട്ടുള്ളൂ ടാബ്ലറ്റ് കഴിക്കാനായിട്ട് തുടങ്ങിയിട്ട്. ഞാനിപ്പോൾ ഇതൊക്കെയാണ് ശ്രദ്ധിക്കുന്നത്. പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കഴിഞ്ഞിട്ട് നേരെ വന്നിട്ട് കുറച്ച് ചൂര മീൻ വറുക്കാനിരിപ്പുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് വറുത്ത് വെച്ചു. പിന്നെ അതുപോലെ തന്നെ ബെഡൊന്ന് മേക്ക് ചെയ്യണമായിരുന്നു കേട്ടോ. അപ്പോൾ ബെഡ്ഷീറ്റൊക്കെ പുതിയതൊന്ന് വിരിച്ചിട്ടിട്ടുണ്ട്. പിന്നെ നോക്കിയപ്പോഴത്തേക്കുണ്ട് നമുക്കൊരു പാഴ്സൽ വന്നിട്ടുണ്ട്. ഞാനിത് മീഷോയിൽ നിന്നാണ് ഓർഡർ ചെയ്തത്. ഇതും മെഗാ സെയിൽ വരുന്ന ഒരു സമയത്ത് തന്നെയാണ് കേട്ടോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ അതിൻ്റെ റേറ്റ് 465 അന്ന് 400 റുപ്പീസിന് എന്താണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. പിന്നെ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോട്ടൺ മെറ്റീരിയൽ എന്നാണ് അതിൽ എഴുതിയേക്കുന്നത്. പക്ഷേ അത് കോട്ടൺ അല്ല, ഒരു പോളിസ്റ്റർ മിക്സ് ചെയ്ത് വന്നേക്കുന്ന ഒരു മെറ്റീരിയലാണ്. അതായത് റയോൺ ടൈപ്പും അല്ല, ക്രേപ്പ് മെറ്റീരിയലും അല്ല, പോളിസ്റ്ററും അല്ല, അങ്ങനത്തെ ഒരു കുറച്ചധികം കട്ടിയുള്ളൊരു മെറ്റീരിയലാണ്. പ്യുവർ കോട്ടൺ അല്ല കേട്ടോ. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ആൾട്ടർ ചെയ്ത് എടുത്താൽ മതി.
പലാസോ പാൻറ്റും അതുപോലെ ഷോളും അതുപോലെ ഒരു ടോപ്പും കൂടിയാണ് കേട്ടോ വരുന്നത്. കളറിൻ്റെ ആ ഒരു ഭംഗി കണ്ടിട്ടാണ് എടുത്തത്. കുറേ നാളായിട്ട് വിചാരിക്കുന്നുണ്ട്, കാർട്ടിൽ ഇട്ടേക്കുമായിരുന്നു. പാഴ്സലൊക്കെ വന്നിട്ടുള്ള തുണി എനിക്കിനി കഴുകണം. പിന്നെ ഇതിൽ തന്നെ ലഞ്ച് കഴിക്കാനുള്ള സമയമായിട്ടുണ്ട്. ചൂര വറുത്തതും അതുപോലെ കുറച്ച് പാവയ്ക്ക കൊണ്ടൊരു പുളിങ്കറിയും. നമ്മുടെ ഇവിടുത്തെ ചെന്നൈയിലെ ഒരു കറിയാണ്. നിങ്ങൾക്ക് റെസിപ്പി വേണമെങ്കിൽ പറഞ്ഞാൽ മതി കേട്ടോ, ഞാനിനി ഒരു വ്ളോഗിൽ ഷെയർ ചെയ്തേക്കാം. പിന്നെ കുറച്ച് കുക്കുംബർ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ, സാലഡ് വെള്ളരി, അതും കൂടിയാണ് ലഞ്ചിന് എടുത്തിട്ടുള്ളത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഹസ്ബൻഡ് ഇങ്ങനെ സിനിമ കാണാമെന്ന് പറഞ്ഞു കേട്ടോ. ഹലോ മമ്മി എന്ന് പറഞ്ഞിട്ടൊരു സിനിമയാണ്, ഗോസ്റ്റ് ഫിലിമാണ്, കോമഡി ഹൊറർ മൂവിയാണ് കേട്ടോ. വലുതായിട്ട് പേടിക്കാനൊന്നുമില്ല, പക്ഷേ നല്ല രസമാണ് കണ്ടുകൊണ്ടിരിക്കാനൊക്കെ. ഞങ്ങളിത് 3-4 ദിവസമായിട്ട് കാണുന്നതാണ് കേട്ടോ, ഇതുവരെയും കണ്ടു തീർന്നിട്ടില്ല. അപ്പോൾ ഞാൻ എന്തേലും ഈ ഒരു ഫിലിം വെച്ചേക്കുമല്ലേ, അപ്പോൾ അതുകൊണ്ട് OTTയിലാണ് വെച്ചേക്കുന്നത്. അതുകൊണ്ട് ഞാൻ എന്തേലും തുണിയും കൂടി മടക്കാമെന്ന് വിചാരിച്ചേട്ടോ. നമ്മുടെ ഷെൽഫിലിരിക്കുന്ന ഞാൻ പുറത്തിടുന്ന ഡ്രസ്സസ് എല്ലാം കൂടി നന്നായിട്ട് ഒന്നും കൂടി എടുത്ത് മടക്കി വയ്ക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. ഞാനിങ്ങനെ മാസത്തിലൊരു തവണ ഇതെല്ലാം ഒന്ന് എടുത്ത് നോക്കും. ചെറുതായ ഡ്രസ്സൊക്കെ ഞാൻ വീട്ടിലിടാനായിട്ട് എടുക്കും. അങ്ങനെ എല്ലാം ഒന്ന് മടക്കി വെച്ചിട്ടുണ്ട്. ഇതിനിടെ തന്നെ ഹസ്ബൻഡ് പോയി കിടന്ന് ഉറങ്ങിയായിരുന്നു കേട്ടോ. ഞാൻ പിന്നെ TV ഒക്കെ ഓഫ് ചെയ്ത് വെച്ചു. പിന്നെ തുണിയും കൂടിയൊക്കെ ഒന്ന് എല്ലാം മടക്കി വെച്ച് സെറ്റ് ചെയ്തതിന് ശേഷമാണ് ഞാൻ പിന്നെ അവിടെ നിന്ന് എണീറ്റത്. പിന്നെ നമ്മൾ കഴുകിയിട്ടിട്ടുണ്ടായിരുന്ന തുണികളും കൂടി മടക്കാനുണ്ട്, അതാണ് ചെയറിലിരിക്കുന്നത് കേട്ടോ. അതും കൂടി സമയം കിട്ടുന്നതിനനുസരിച്ച് മടക്കി വെക്കണം. അപ്പോൾ ഈ ഒരു ഷെൽഫിലാണ് ഞാൻ എൻ്റെ പുറത്തിടുന്ന തുണികൾ വെക്കുന്നത്. ചെറിയൊരു ഷെൽഫാണ് കേട്ടോ. ഇതൊക്കെ നമ്മൾ പർച്ചേസ് ചെയ്യുന്ന വീഡിയോ ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൽ കൊള്ളാവുന്ന ഡ്രസ്സസ് മാത്രമാണ് എൻ്റെ അടുത്തുള്ളൂ. ഇതിൽ ചെറുതാവുന്നതിനനുസരിച്ച് ഞാൻ ആ തുണികൾ വീട്ടിലേക്ക് ഇടാനായിട്ട് മാറ്റി വെക്കും കേട്ടോ. പിന്നെ ഓൺലൈനിൽ നിന്ന് വന്നിട്ടുള്ള ഡ്രസ്സ് ഞാനൊന്ന് കഴുകാനായിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ കഴുകി നോക്കുമ്പോഴത്തേക്കാണല്ലോ നമുക്ക് അറിയാൻ പറ്റുള്ളൂ ചുരുങ്ങുന്ന തുണിയാണോ അതോ എങ്ങനെയാണെന്നൊക്കെ, കളറ് പോകുന്നുണ്ടോ എന്നൊക്കെ നോക്കിയതിന് ശേഷമാണ് ഞാനിപ്പോൾ ഷേപ്പ് അടിക്കുന്നത്. അപ്പോൾ അങ്ങനെ കഴുകാനായിട്ട് അതും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു. വീട്ടിലാണെങ്കിൽ 2 ചോള ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനിതൊന്ന് ബട്ടർ കോൺ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഈവനിങ് സ്നാക്കിന് വേണ്ടിയിട്ടാണ്. ആമി വരുന്നതിന് മുന്നേ ഇത് ചെയ്ത് വെക്കാമെന്ന് കരുതിയേ. അപ്പോൾ 2 കോൺ എടുത്തിട്ടുണ്ട്. ശരിക്കും ഇത് കൂടുതലാണ്, നമുക്ക് ഇത്രയും കോണിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ, എന്നാലും ഞാൻ എടുത്തു. പിന്നെ അതിൻ്റെ പുറത്ത് വരുന്ന ഒരു നാരുണ്ടല്ലോ, അത് നമുക്ക് കിഡ്നിയുടെ ഫങ്ഷനൊക്കെ നന്നായിട്ട് വർക്ക് ചെയ്യുന്നതിന് നല്ലതാണ്. അതിട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കുന്നത് നല്ലതാണെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അപ്പം ഞാനത് ഹസ്ബൻഡിനത് തിളപ്പിച്ച് കൊടുക്കും. ചെറിയ ചൂടോട് കൂടി കുടിച്ചാൽ മതി, ഇല്ലെങ്കിൽ തണുത്തതിന് ശേഷം കുടിച്ചാലും മതി. അപ്പോൾ ആ ഒരു നാര് നമ്മൾ കളയേണ്ട കാര്യമില്ല. പിന്നെ ഞാൻ മുന്നേക്ക് ആണെന്നുണ്ടെങ്കിൽ കോൺ ഇതുപോലെ വേവിച്ചതിന് ശേഷമാണ് ഇങ്ങനെ കട്ട് ചെയ്ത് എടുത്തുകൊണ്ടിരുന്നത്. അത് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്. ബട്ടർ കോൺ റെസിപ്പി ഞാൻ ഇതിന് മുന്നേ ഷെയർ ചെയ്തിട്ടുണ്ട്. അന്ന് ഞാനിങ്ങനെ ബോയിൽ ചെയ്തിട്ടാണ് കട്ട് ചെയ്തെടുത്തത് കാണിച്ചത്. അത് നല്ല ചൂടായിരിക്കും. പക്ഷേ ഇതിങ്ങനെ പച്ചയ്ക്ക് ഇങ്ങനെ നന്നായിട്ട് കട്ട് ചെയ്ത് ചെത്തി എടുത്തതിന് ശേഷം നമ്മൾ ഇനിയാണിത് വേവിക്കുന്നത്. ഇത് വേവാനായിട്ട് ഒരുപാട് നേരമൊന്നും ഇല്ല കേട്ടോ. ഒരു 2-3 മിനിറ്റ് കൊണ്ട് തന്നെ നന്നായിട്ട് വെന്ത് കിട്ടും. വലിയ മുറ്റിയ ചോളമൊന്നും അല്ല കേട്ടോ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പിഞ്ച് ചോളമാണ്. മാക്സിമം പോയിട്ടുണ്ടെങ്കിൽ ഒരു 10 മിനിറ്റൊക്കെ എടുക്കുകയുള്ളൂ. അപ്പോൾ വെള്ളത്തിലിട്ടിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്താൽ മതി. ഒരു 2-3 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 5 മിനിറ്റോളം ഒന്ന് തിളപ്പിച്ചെടുത്തിട്ട് അതിലേക്ക് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോഴത്തേക്കും നന്നായിട്ട് അതൊന്ന് വെന്ത് കിട്ടും കേട്ടോ. ചിലപ്പോൾ ചിലരാണെന്നുണ്ടെങ്കിൽ സ്റ്റീം ചെയ്തെടുക്കാറുണ്ട്, ഇഡ്ഡലി പാത്രത്തിൽ വെച്ചിട്ട് സ്റ്റീം ചെയ്തെടുക്കാറുണ്ട്. ഞാൻ അങ്ങനെ ഇതുവരെയും ചെയ്ത് നോക്കിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ എപ്പോഴും ഇതുപോലെയാണ് ചെയ്യുന്നത് ഇപ്പോൾ കുറച്ച് നാളായിട്ട്. തൊട്ടടുത്തുള്ള അടുപ്പത്ത് തന്നെ ഞാൻ ഇതിൻ്റെ ഒരു കോൺ സിൽക്ക് എന്ന് പറയും, ഇതിൻ്റെ നാരുണ്ടല്ലോ, അത് ഇതുപോലെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൽ കറുത്ത കളറിലുള്ള നാര് നമ്മൾ എടുക്കണ്ട, ഒരു മഞ്ഞ കളറിലുള്ളത് മാത്രം എടുത്താൽ മതി കേട്ടോ. അപ്പോൾ അത് 1 ഗ്ലാസ് വെള്ളത്തിൽ ആ സിൽക്ക് എല്ലാം കൂടി ഇട്ടിട്ടൊന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. ഏകദേശം ഒന്ന് തിളച്ചൊന്ന് കുറച്ച് വറ്റി വരുമ്പോഴത്തേക്ക്, ഒരുപാട് പറ്റിക്കണ്ട, കുറച്ചൊന്ന് വറ്റി വരുമ്പോഴത്തേക്ക് നമുക്കത് അരിച്ചെടുത്ത് കുടിക്കാം. ചെറിയ ചൂടോട് കൂടി തന്നെ കുടിക്കാം കേട്ടോ. അതിനിടയിൽ തന്നെ നമ്മുടെ ചോളം നന്നായിട്ട് വെള്ളത്തിൽ കിടന്ന് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഞാൻ പാകത്തിന് ഉപ്പൊക്കെ ചേർത്തിട്ടാണ് വേവിച്ചിട്ടുള്ളത്. ഇനി നമ്മളിതിലേക്ക് ഒരു ചെറിയ പീസ് ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ കുറച്ച് കുരുമുളക് പൊടിയും. ആമിക്ക് ഇത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇതുപോലെ തിയേറ്ററിൽ പോകുമ്പോഴത്തേക്കും ഞങ്ങൾ ഇതുപോലെ ഇത് മേടിക്കാറുണ്ട്. അവിടെയാണെങ്കിൽ ഒരു ചെറിയൊരു കപ്പിൽ തരുന്നതിന് റേറ്റ് 100 രൂപയാണ് കേട്ടോ. നമ്മൾ സാധാരണ ഇങ്ങനെ കോൺ അല്ലാതെ ചോളമായിട്ട് മേടിക്കുമ്പോഴത്തേക്കും നമുക്ക് 3 എണ്ണം 50 രൂപയ്ക്ക് കിട്ടുന്ന സാധനമാണ്. അവരതിൻ്റെ ഒരു ചെറിയൊരു കപ്പിൽ ഇത് കൊടുക്കുന്നത് 100 രൂപയ്ക്കാണ്. അപ്പം ഞാൻ ഓർത്തത് നമുക്ക് എന്തുകൊണ്ട് വീട്ടിലിത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് എന്തായാലും ഇവിടെ കിട്ടുന്ന കാര്യമല്ലേ. അങ്ങനെ ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്കൊക്കെ ആമിക്ക് ഇത്
ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. അപ്പോൾ ഈവനിങ് സ്നാക്ക് ഇന്ന് ഇതാണ് കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് ചീസും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. അതാണെങ്കിൽ ഫ്രിഡ്ജിനകത്ത് ഇരുന്ന് സെറ്റായി പോയി, അതുകൊണ്ടാണ് അത് ഗ്രേറ്റ് ചെയ്തെടുക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നത്. ചീസ് ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചേർത്താൽ മതി കേട്ടോ. അപ്പോൾ അങ്ങനെ ബട്ടർ കോൺ ചീസൊക്കെ ഉണ്ടാക്കി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഈവനിങ് നമ്മൾ ചായയൊന്നും കുടിക്കുന്നില്ല കേട്ടോ. അപ്പോൾ കുറച്ച് നാളായിട്ട് നമ്മൾ ഇതുപോലെ പഴം കുറച്ച് ഇരിപ്പുണ്ടായിരുന്നു, ചെറുപഴം ഉണ്ടല്ലോ, അതും നട്ട്സും എല്ലാം കൂടി ഇട്ട് പാലൊക്കെ ചേർത്തിട്ട് അടിച്ചിട്ട് ഒരു ഷേക്ക് പോലെ ഒന്ന് അടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതുപോലെ തന്നെ കോണും ഇരിപ്പുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഈവനിങ് സ്നാക്ക് എന്ന് പറയുന്നത്. ചായയ്ക്ക് പകരം ഇപ്പോൾ ഇതുപോലെ എന്തെങ്കിലും ജ്യൂസോ അല്ലെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ് ചെയ്യുന്നത്. പിന്നെ ഇത് ഞങ്ങളുടെ ഫാമിലി ടൈമാണ് കേട്ടോ. ഇപ്പോൾ ഇന്ന് ആമിക്ക് ട്യൂഷൻ ഇല്ലായിരുന്നു, അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ വൈകുന്നേരം എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് ഇതൊക്കെ കഴിക്കുന്നുണ്ട്. ചില ദിവസങ്ങളിൽ ട്യൂഷനുള്ള ദിവസമാണെന്നുണ്ടെങ്കിൽ ആമി സ്കൂളിൽ ട്യൂഷന് പോയിട്ട് വന്നതിന് ശേഷമാണ് ഇതൊക്കെ അരച്ചെടുക്കുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങളിതൊക്കെ കുടിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ടൈം എന്ന് പറയുന്നത് എനിക്ക് ഏറ്റവും പേഴ്സണലായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട ഏറ്റവും നല്ലൊരു സമയമാണ്. ഞങ്ങൾ മൂന്നുപേരും കൂടി ഇരുന്ന് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കും. ആമി സ്കൂളിൽ പോയിട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവളുടെ വിശേഷങ്ങൾ ചോദിക്കും. പിന്നെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലുമൊക്കെ ഹെൽത്തി ആയിട്ടുള്ള ഡയറ്റ് പ്ലാനിനെ കുറിച്ചോ അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും, കോമഡിയൊക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും കേട്ടോ. അപ്പോൾ എനിക്ക് ഏറ്റവും പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെട്ടൊരു ടൈമാണ് ഈ ഒരു ഫാമിലി ടൈം എന്ന് പറയുന്നത്. അങ്ങനെ ഞങ്ങൾ മൂന്നുപേരും കൂടി കാര്യമൊക്കെ പറഞ്ഞിട്ട് ടെറസിൻ്റെ മേലേക്ക് വന്നു. നല്ല ക്ലൈമറ്റ് ആയിരുന്നു, ആകാശമൊക്കെ നല്ല ചുമന്ന് തൊടുത്ത് കിടപ്പുണ്ടായിരുന്നു കേട്ടോ. നല്ല രസമായിരുന്നേ കാണാനായിട്ട്. അപ്പോൾ ആമയും ഞങ്ങളും കൂടി ടെറസിൻ്റെ മേലെ വന്നിരിപ്പുണ്ട്. കുറച്ച് നേരം ഞങ്ങളിങ്ങനെ ടെറസിൽ ഇരുന്നിട്ടാണ് പോകുന്നത് കേട്ടോ ഒന്നും. അപ്പോൾ നമ്മുടെ ചെടികളൊക്കെ അത്യാവശ്യം നന്നായിട്ട് തന്നെ ഗ്രോ ആയി വരുന്നുണ്ട് കേട്ടോ. ഇത് നമ്മുടെ പച്ചമുളകിൻ്റെ വിത്ത് ഞാൻ പാകിയിരുന്നു. അപ്പോൾ അത് ഇങ്ങനെ നന്നായിട്ട് കിളിർത്ത് വന്നിട്ടുള്ളതാണ്. ഇതൊക്കെ ഇനിയിപ്പോൾ പ്രത്യേകം മാറ്റി നടണം. കുറച്ചും കൂടി വലുതായിട്ട് 2 പരുവാകുമ്പോഴത്തേക്കും മാറ്റി നടണം. അപ്പോൾ ഇന്ന് നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു വൈകുന്നേരം. ഇപ്പോൾ ഒരു ഏകദേശം ഒരു 5:30-6 മണിയൊക്കെ ആവുന്നതേ ഉള്ളൂ കേട്ടോ. നോക്കിയേ നല്ല ഭംഗിയല്ലേ കാണാനായിട്ട് ടെറസിൻ്റെ മേലെ വരുമ്പോൾ. പിന്നെ ഞാൻ ടെറസിൻ്റെ മേലെ വന്നിട്ടുണ്ടെങ്കിൽ ചെടികൾക്ക് വെള്ളമൊക്കെ ഒന്ന് ഒഴിച്ചിട്ടാണ് പോകുന്നത്. പിന്നെ ഇതിനിടയിൽ തന്നെ നമ്മുടെ തുണികളൊക്കെ ഒന്ന് ഉണങ്ങി വരുന്നുണ്ട്. നമ്മുടെ വീട്ടിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് പുതിയൊരു ഫ്ലാറ്റ് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വർക്ക് നടക്കുന്നുണ്ട്. ടെറസിൻ്റെ മേലെ ഭയങ്കര പൊടിയാണ്. തുണികളൊന്നും ഒരുപാട് നേരമൊന്നും ഇട്ടേക്കാനായിട്ട് പറ്റില്ല കേട്ടോ. അപ്പോൾ ഞാൻ രാവിലെ കഴുകുന്നത് വൈകുന്നേരം തന്നെ വന്ന് എടുത്തുകൊണ്ട് പോകാറുണ്ട്. പിന്നെ ഇത് കണ്ടോ, ഇത് മാപ്പിളൈ സാമ്പാർ റൈസ് എന്ന് പറയും. ഇവിടെ തമിഴ്നാട്ടിൽ ഫേമസ് ആണ്. മാപ്പിള എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കല്യാണച്ചക്കൻ എന്നാണ് ഇവിടെ നമ്മുടെ മലയാളത്തിലെ അർത്ഥം. അപ്പോൾ അതിൻ്റെ പേരിലുള്ളൊരു റൈസാണ് കേട്ടോ. പൊതുവേ ഇത് ആണുങ്ങൾക്കാണ് കൂടുതലായിട്ടും ഇത് റൈസ് കഞ്ഞി വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ഇതിൻ്റെ റെസിപ്പി നെക്സ്റ്റ് വ്ളോഗിൽ ഷെയർ ചെയ്യാം. അപ്പോൾ നമ്മളിത് കുക്ക് ചെയ്യുന്നതിന് മുന്നേ തലേ ദിവസം നൈറ്റ് ഇതുപോലെ വെള്ളത്തിലിട്ട് വെച്ചേക്കണം കുതിരാനായിട്ട്. അപ്പോൾ ഞാൻ വൈകുന്നേരം തന്നെ വെള്ളത്തിലിട്ടിട്ടുണ്ട്. നെക്സ്റ്റ് ഡേ രാവിലെയാണ് ഞാനിത് കുക്ക് ചെയ്യുള്ളൂ. അപ്പോൾ എങ്ങനെയാണ് ഇത് വെക്കുന്നതെന്നൊക്കെ ഞാൻ അടുത്ത വ്ളോഗിൽ ഷെയർ ചെയ്യാം കേട്ടോ. ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ളതാണ്, വളരെ നല്ലതാണ് കേട്ടോ. കുട്ടികൾക്കും ഒക്കെ കൊടുക്കുന്നത് ഭയങ്കര യൂസ്ഫുള്ളാണ്. അപ്പോൾ ഇത് ചെന്നൈയിൽ മിക്ക സ്ഥലങ്ങളിലും ഇപ്പോൾ കിട്ടുന്നുണ്ട് ഓർഗാനിക് ആയിട്ടുള്ള ഈ റൈസൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുവാണെങ്കിൽ മേടിച്ച് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. റെസിപ്പി ഞാൻ അടുത്ത വ്ളോഗിൽ ഷെയർ ചെയ്യാം. നൈറ്റ് ആയപ്പോഴത്തേക്കും ഞങ്ങൾ മിസ്റ്റർ ബീൻ്റെ ഒരു ഇത് കണ്ടിട്ടാണ് കിടന്നത്. അപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇടയ്ക്കൊക്കെ ഞങ്ങളിത് വെച്ച് കാണാറുണ്ട്. അപ്പോൾ യൂട്യൂബിലാണ് കാണുന്നത്. പിന്നെ ഇത് മൺഡേ എടുത്തിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. രാവിലെ ഞങ്ങൾ രണ്ടുപേരും കൂടി തൊട്ടടുത്ത വീട്ടിലെ ആൻറ്റിയുടെ മോൻ്റെ എൻഗേജ്മെൻറ്റ് ഫംഗ്ഷന് പോവാണ് കേട്ടോ. ഞങ്ങൾ കുറേ നാളായിട്ട് കാത്തിരിക്കുന്നൊരു ഫംഗ്ഷനാണ് ഇത്. ഞാനിവിടെ കല്യാണം കഴിഞ്ഞ് വന്ന സമയത്തെ ആൻറ്റി ഇങ്ങനെ പറയുമായിരുന്നു കേട്ടോ, ഇതുപോലെ എൻഗേജ്മെൻറ്റിനും കല്യാണത്തിനൊക്കെ ഞങ്ങൾ കൂടെ വേണമെന്നൊക്കെ. ഭയങ്കര കാര്യമാണ്. ഞാൻ ആൻറ്റിയെക്കുറിച്ച് എപ്പോഴും പറയുന്നതാണല്ലോ നിങ്ങളോട്. അങ്ങനെ എന്തായാലും എൻഗേജ്മെൻറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ മൺഡേ ആയിരുന്നു എൻഗേജ്മെൻറ്റ്. അങ്ങനെ ഞങ്ങൾ പോകുന്നതാണ്. പോകുന്ന വഴിക്ക് തന്നെ മുല്ലപ്പൂവും കൂടി മേടിച്ചിട്ടാണ് കേട്ടോ പോയത്. ഞങ്ങൾ അവിടെ എത്തിയപ്പോഴത്തേക്കും ഭയങ്കര വെയിലായിരുന്നു. അപ്പോഴത്തേക്കും നന്നായിട്ട് ഡള്ളായിപ്പോയി ഫേസൊക്കെ. ഭയങ്കരമായിട്ട് ഒരുമാതിരി ആയിപ്പോയി കേട്ടോ. നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല കേട്ടോ ആൻറ്റിയെ. കാരണം ഞാനിവിടെ വന്നപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, അമ്മ ഇല്ലാത്ത കാരണം കൊണ്ട് ആൻറ്റിയാണ് എനിക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നത്. വീട്ടിലെങ്ങനെയാണ് ഓരോ കാര്യങ്ങളും നോക്കി നടത്തേണ്ടത്, അതുപോലെ സാധനം എടുക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ആൻറ്റി. തൊട്ടടുത്ത് നിൽക്കുന്നതാണ് അങ്കിള്. ആൻറ്റിയുടെ മോൻ്റെ എൻഗേജ്മെൻ്റ് ആണ്. ഇതാണ് കല്യാണ പെണ്ണ്. പിന്നെ ഈ പർപ്പിൾ സാരി ഉണ്ടല്ലേ, അപ്പോൾ അത് പർപ്പിൾ സാരി ഉടുത്തേക്കുന്നതാണ് ആൻറ്റിയുടെ മകളാണത്. ആൻറ്റിയുടെ മകളാണ് മൂത്ത കുട്ടി. പിന്നെ നമ്മുടെ ഏജാണ് പുള്ളിക്കാരി. ആൻറ്റിയുടെ മകൻ വന്നിട്ട് എൻ്റെ അനിയൻ്റെ സെയിം ഏജാണ് കേട്ടോ.
എൻ്റെ സ്വന്തം അനിയൻ്റെ, അതായത് അനീഷിൻ്റെ സെയിം ഏജാണ്. അപ്പം നമ്മളോട് ഭയങ്കര സ്നേഹമാണ് ആൻറ്റിയൊക്കെ. ഫസ്റ്റ് എനിക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നത് ഈ ആൻറ്റിയാണ് കേട്ടോ. ഞങ്ങളെ കടയിലൊക്കെ കൊണ്ടുപോയി ഞങ്ങൾക്ക് ഓരോ കാര്യങ്ങളും ഓരോന്നായിട്ടും പറഞ്ഞു തന്നിട്ടുള്ളത് ഈ ആൻറ്റിയാണ്. അപ്പോൾ വല്ലാത്തൊരു ആത്മബന്ധമാണ് കേട്ടോ ഈ ആൻറ്റിയായിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വീട്ടിൽ എൻ്റെ നാട്ടിൽ നിന്ന് അമ്മയും അച്ഛനും ഒക്കെ വരുമ്പോഴൊക്കെ ഇവരോട് പോയി സംസാരിക്കാറൊക്കെ ഉണ്ട്. ഞങ്ങളെ വന്ന് അച്ഛനോടും അമ്മയോടൊക്കെ വന്ന് ഇങ്ങോട്ട് വന്ന് സംസാരിക്കാറുണ്ട്. അത്രയ്ക്കും സ്നേഹമുള്ളൊരു ആൻറ്റിയാണ്. അങ്കിളും അതേപോലെയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് രക്തബന്ധം തന്നെ വേണമെന്നില്ല അല്ലേ. നമുക്ക് അറിയാൻ വയ്യാത്ത ആൾക്കാരായിരിക്കും നമ്മൾ ഏതെങ്കിലുമൊക്കെ നാട്ടിൽ പോകുമ്പോഴത്തേക്കും നമ്മളോടൊപ്പം ചേർത്ത് നിൽക്കുന്നതും നമ്മളെ ചേർത്ത് പിടിക്കുന്നത്. അപ്പോൾ ബന്ധങ്ങൾക്ക് നമ്മളെപ്പോഴും ഒരു വാല്യൂ കൊടുത്ത് നമ്മൾ അവരെ സ്നേഹിക്കുകയും ചേർത്ത് പിടിക്കുകയും ചെയ്യുന്നത് പോലെ തന്നെ ആയിരിക്കും അവർക്കും നമ്മളോടുള്ളൊരു സമീപനം അല്ലേ. അപ്പോൾ ഞങ്ങൾ ചെന്നതുകൊണ്ട് ഭയങ്കര സന്തോഷമായിരുന്നു. ആൻറ്റി ഒരുപാട് താങ്ക്സും കാര്യങ്ങളൊക്കെ പറഞ്ഞു. പിന്നെ കുറേ നാൾക്ക് ശേഷം ഒരു കല്യാണം കൂടിയതിൻ്റെ ഒരു സന്തോഷം ഞങ്ങൾക്കും ഉണ്ടായിരുന്നു. ആമിയെ കൊണ്ടുവരാൻ പറ്റാത്തൊരു വിഷമം ഉണ്ടായി. കാരണം അവൾക്കിപ്പോൾ സ്കൂളിൽ ആനുവൽ ഡേക്കുള്ള ഡാൻസ് പ്രാക്ടീസ് നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് പിന്നെ ഞങ്ങൾ കൊണ്ടുവരാത്തത്. മാത്രമല്ല എക്സാമിൻ്റെ ടൈമൊക്കെ ആവുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. പിന്നെ ഇവിടുത്തെ സദ്യ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ നാട്ടിലത്തെ പോലെ ഒരുപാട് കറികളൊന്നും കാണത്തില്ല കേട്ടോ. ഒരു ഫ്രൂട്ട് സലാഡ് ഉണ്ടായിരുന്നു, പിന്നെ പൊട്ടറ്റോ കൊണ്ടൊരു മെഴുക്ക് പുരട്ടിയൊരു സാധനം, പിന്നെ ക്യാബേജും ക്യാരറ്റും കൂടി ഇട്ടിട്ടുള്ളൊരു ബീൻസും എല്ലാം കൂടി ഇട്ടിട്ടുള്ളൊരു തോരനാണ്, ഇവിടെ പൊരിയലെന്ന് പറയും. പിന്നെ നമ്മുടെ പച്ചടി ഉണ്ടല്ലോ, അതുപോലൊരു സംഭവം കുമ്പളങ്ങ കൊണ്ടാണ് ചെയ്തേക്കുന്നത്. പിന്നെ മാങ്ങ അച്ചാർ, അത് നമ്മുടെ നാട്ടിലത്തെ ടേസ്റ്റ് തന്നെയാണ്. പിന്നെ ഒരു ജിലേബി വെച്ചിട്ടുണ്ടായിരുന്നു, ഒരു പരിപ്പ് വട, പിന്നെ വാഴയ്ക്ക ഫ്രൈ. ഇതൊക്കെയാണ് ഇവിടുത്തെ സദ്യക്ക് കിട്ടുന്നത് കേട്ടോ. പിന്നെ ബ്രിഞ്ചിയാണ് അത്, അതായത് വെജിറ്റബിൾ ബിരിയാണിയാണ്. അതിങ്ങനെ കുറേച്ചാണ് നമുക്ക് വിളമ്പുന്നത്. നാട്ടിലത്തെ സദ്യക്ക് വിളമ്പുന്നത് പോലെ ഒരുപാട് അങ്ങനെ തരത്തില്ല കേട്ടോ. നമ്മൾ ചോദിക്കുന്നതിനനുസരിച്ച് നമുക്ക് തന്നുകൊണ്ടിരിക്കും. പിന്നെ സാമ്പാറുണ്ടായിരുന്നു. ഞാൻ എല്ലാത്തിൻ്റെയൊന്നും വീഡിയോ എടുത്തിട്ടില്ല. പിന്നെ ആ കണ്ടത് പരിപ്പ് കറിയാണ്, ചോറും പരിപ്പ് കറിയാണ്. നമ്മുടെ നാട്ടിലത്തെ സദ്യ പോലെ തന്നെയാണ് കേട്ടോ. ആദ്യം ചോറും പരിപ്പ് കറിയും നെയ്യും ഒഴിക്കും, പിന്നെ അത് കഴിഞ്ഞിട്ട് സാമ്പാർ കൊണ്ടുവരും, പിന്നെ ലാസ്റ്റ് പിന്നെ അത് കഴിഞ്ഞിട്ട് കാരക്കുഴമ്പ് കൊണ്ടുവരും, പിന്നെ അത് കഴിഞ്ഞിട്ട് രസമാണ് തരുന്നത്. അപ്പോൾ ഇത്രയാണ് ഉള്ളത്. പിന്നെ പായസം അവിടെ ഗ്ലാസ്സിൽ വെച്ചിട്ടുണ്ടായിരുന്നു, ഒരു ബോട്ടിൽ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയൊക്കെയാണ് കേട്ടോ. സിമ്പിളാണ്. നമുക്ക് തോന്നും കുറച്ചല്ലേ ഉള്ളൂ എന്ന്, പക്ഷേ അല്ല കേട്ടോ, നമുക്കിത് ഫുള്ള് കഴിച്ച് തീർക്കാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്കിനി വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.